വാത്സല്യ സൗരസോന്മാരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആത്മീക പാഠങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖന പഠനത്തിന്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിനോടകം പരിശോധനകളെ വിജയകരമാക്കി തീർക്കുന്നതിലേക്ക് നമ്മെ സഹായിക്കുന്ന 3 ഘടകങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 1, എണ്ണുക. 2, അറിയുക. 3, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. 2 നമ്മൾ ചിന്തിച്ചത്. 3ാമത്തേലാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അതിന് സറണ്ടേർഡ് വിൽ എന്നാണ് പറയുന്നത്. പ്രതിഷ്ഠിക്കപ്പെട്ട ഇച്ഛ, അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് വില്ല് എന്ന് പറയാം. സറണ്ടേർഡ് വില്ല് എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ ശരി ഡെഡിക്കേറ്റഡ് വിൽ എന്ന് പറയുന്നതാണ്. ദൈവത്തിന് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കണം എങ്കിൽ, അല്ലെങ്കിൽ പണിതെടുക്കണം എങ്കിൽ, നിശ്ചയമായിട്ടും നമ്മുടെ നിർലോഭമായ സഹകരണം ആവശ്യമാണ്. നാം ദൈവത്തോട് സഹകരിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ ദൈവം ബിൽഡപ്പ് ചെയ്യും. നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ദൈവം പലപ്പോഴും ബാലശിക്ഷയിൽ കൂടി നമ്മെ കടത്തിവിടും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവഹിതത്തിന് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച് നമ്മുടെ സ്വഭാവത്തെ പണിതെടുത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, പൂർണ്ണതയുള്ള ഒരു പ്രൊഡക്റ്റായി നമ്മെ ദൈവമുഖത്തിനായി നിർത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവം വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ആത്മീക പക്വതയിലേക്ക് നടന്നെടുക്കണം എന്നാണ്. എന്നും ഒരു ശിശുവായിരിക്കുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നില്ല. പക്വതയിലേക്കുള്ള നമ്മുടെ പുരോഗമനം എന്ന് പറയുന്നത് അപകടം നിറഞ്ഞതും അതുപോലെ തന്നെ സന്തോഷം നിറഞ്ഞതുമായിട്ടുള്ള അനുഭവമാണ്. ദൈവം ഒരിക്കലും നാം ജനിച്ച ശൈശവാവസ്ഥയിൽ തന്നെ ആയിരിക്കണം എന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ശിശുക്കളായിരുന്ന നാം ദൈവസന്നിധിയിൽ യുവാക്കന്മാരായി വരണമെന്നും യൗവനത്തിലേക്ക് എത്തിയതായിട്ടുള്ള നാം പിതാക്കന്മാരായി ഭവിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങൾ. അവിടെ കുഞ്ഞുങ്ങളെ, യുവാക്കന്മാരെ, പിതാക്കന്മാരെ എന്നിങ്ങനെ യോഹന്നാൻ വാത്സല്യപൂർവ്വം അഭിസംബോധന ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ യാക്കോബ് നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഛായാചിത്രം നൽകുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ ദൈവം ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് അവനെ ആനയിക്കുന്നതിന് 3 അതിപ്രധാനമായിരിക്കുന്ന ഘടകങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നതായി അവിടെ രേഖപ്പെടുന്നു. ഒന്നാമത്, there is the work God does for us. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മുടെ മുതലുണ്ട്. അത് നമ്മുടെ രക്ഷയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങൾ. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. അതാണ് ദ വർക്ക്സ് ദാറ്റ് ഗോഡ് ഡസ് ഫോർ അസ്. അതുകൊണ്ട് മാത്രമായില്ല, പൗലോസ് വീണ്ടും പറയുന്നു, അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തി അത് നമ്മുടെ രക്ഷാപത്ര പ്രവൃത്തിയാണ്. അത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിലെ ക്രൂശിൽ നമുക്ക് തികച്ചു കഴിഞ്ഞു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ രക്ഷാപദ്ധതി സമ്പൂർണമായും ദൈവം ക്രിസ്തുവിന്റെ ക്രൂശിൽ നമുക്ക് വേണ്ടി നിവർത്തി കഴിഞ്ഞു. 2ാമത് പൗലോസ് പറയുന്നത്, there is the work that God does work in us. ദൈവം നമ്മിൽ ചെയ്യുന്ന ചില പ്രവൃത്തിയുണ്ട്. ഫിലിപ്പിയർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ, നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചും ഇരിക്കുന്നു. So there is a work that God worked for us, that is our salvation, and there is a work that God does in us. നമ്മിൽ ദൈവം ചെയ്യുന്ന ചില പ്രവൃത്തിയുണ്ട്. അതിന്റെ പേര് സാന്റിഫിക്കേഷൻ എന്നാണ്. അതായത് ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് തെസ്സലോനിക്ക ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഇനി ഇത് കൂടാതെ 3ാമത് വേറൊരു പ്രവൃത്തി കൊണ്ട് ദൈവം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഡസ് ത്രൂ അസ്. ദൈവം നമ്മളിലൂടെ അല്ലെങ്കിൽ നാം മുഖാന്തരമായി ചെയ്യുന്ന പ്രവൃത്തി.
അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി രക്ഷ, നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ശുദ്ധീകരണം, നമ്മിലൂടെ ചെയ്യുന്ന പ്രവൃത്തി അതാ ദൈവത്തിന് വേണ്ടിയുള്ള വിവിധ ശുശ്രൂഷകൾ, സർവീസസ്. അതാണ് വി ആർ ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ഫോർ ഗുഡ് വർക്ക്സ്. പ്രവൃത്തികൾക്കായി നാം ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന് അപ്പോസ്തലൻ അവിടെ പറയുന്നു. അപ്പൊ ദൈവം വാസ്തവത്തില് നമ്മുടെ സ്വഭാവത്തെ ബിൽഡ് ചെയ്യുവാൻ, പണിതെടുക്കുവാൻ അവനെ ശ്രമിക്കുന്നതിന് മുമ്പ് ഹി കോൾസ് ടു സർവീസ്. ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? ദൈവം നമ്മുടെ സ്വഭാവത്തെ അതിന് യോഗ്യമായ നിലയിൽ പണിയുവാൻ ശ്രമിക്കുന്നു. അതിൽ വാസ്തവം ചെയ്യുന്നത് ഹി മസ്റ്റ് വർക്ക് ഇൻ അസ് ബിഫോർ ഹി വർക്ക്സ് ത്രൂ അസ്. നമ്മിലൂടെ ദൈവം തന്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മിൽ പ്രവർത്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അത് വളരെ വിവിധമായ നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമ പുസ്തകങ്ങളിലും പുതിയ നിയമ പുസ്തകങ്ങളിലുമായി നമുക്ക് പ്രദർശിപ്പിച്ച് തന്നിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ മാത്രം ഈ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാം. ഹൗ ഗോഡ് ബിൽഡ്സ് അവർ ക്യാരക്ടർ ബിഫോർ ഹി പ്ലേസസ് അസ് ഇൻ ടു സർവീസ്. ദൈവം വിവിധ ശുശ്രൂഷകളിൽ നമ്മെ ആക്കി തീർക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ദൈവം നമ്മുടെ സ്വഭാവത്തെ ബിൽഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതില് ആദ്യമായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ആ വാഗ്ദത്തം തനിക്ക് ഒരു മകനെ നൽകുന്നുള്ള വാഗ്ദത്തമായിരുന്നു. ആ വാഗ്ദത്തം അബ്രഹാമിൽ ദൈവം നിവർത്തിക്കുന്നതിന് മുമ്പ്, അതായത് നിവർത്തിക്കുവാൻ 25 വർഷക്കാലം ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടായി വന്നു. കാരണം അറിയാമോ, ആ വാഗ്ദത്തം അവന്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അത് നിവൃത്തിയായി അവൻ ദൈവത്തെ മഹത്വപ്പെടുന്ന 25 years that God was working in him. ദൈവം അവനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. വളരെ ഉത്തമമായ ഉദാഹരണമാണ്. ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ്, ഹിൽസ് ആൻഡ് വാലീസ് ഒക്കെ അബ്രഹാമിന്റെ ജീവിതയാത്രയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു. These all were that God working in him, building his character to accomplish the fulfillment of the promise. ദൈവം നൽകിയ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവം അമൽ ചെയ്ത പ്രവൃത്തിയാണ്. രണ്ടാമത് നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു യുവ സഹോദരനെ കുറിച്ച് വായിക്കുന്നു. അത് മറ്റാരുമല്ല, പഴയ നിയമ കഥാപാത്രമാകുന്ന യോസേഫാണ്. യോസേഫ് മിസ്രൈമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രിയാക്കി അവനെ ആ സർവീസിൽ ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് 13 വർഷക്കാലം കാരാഗൃഹത്തിലും പോത്തിഫറിന്റെ ഭവനത്തിലും മിസ്രൈമിലെ ചുറ്റുപാടുകളിലുമായി ദൈവം അവനിലൂടെ പ്രവർത്തിച്ചതായി നമ്മൾ വായിക്കുന്നു. അവനിൽ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. വലിയൊരു ഉത്തരവാദിത്വം ദൈവം അവനെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ അവനെ പ്രവേശിപ്പിക്കും മുമ്പ് ദൈവം ആ 13 വർഷക്കാലത്തെ അഗ്നി പരിശോധനയിൽ കൂടി തന്റെ സ്വഭാവത്തെ ബിൽഡ് ചെയ്തതായി നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ ചൂടനായ കോളറിക്കായ ഒരു വ്യക്തിയായിരുന്നു ദൈവദാസനായ മോശ. 40 വർഷക്കാലത്തെ മരുഭൂമിയിലെ സേവനത്തിനു വേണ്ടി 80 വർഷക്കാലം ദൈവം അവനെ ഒരുക്കിയതായി, അവനിൽ പ്രവർത്തിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. 40 വർഷക്കാലം ഫറവോന്റെ കൊട്ടാരത്തിൽ അവനായിരിക്കുമ്പോഴും തുടർന്നുള്ള 40 വർഷക്കാലം മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുമ്പോഴും, അങ്ങനെ മൊത്തം 80 വർഷക്കാലം ദൈവം യോസേഫിന്റെയും അതുപോലെ തന്നെ മോശയുടെയും അബ്രഹാമിന്റെ ജീവിതത്തിൽ 25, 13, 80 ഇത്യാദി വർഷങ്ങളിൽ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ബട്ട് ഗോഡ് കനോട്ട് വർക്ക് ഇൻ അസ് വിത്തൌട്ട് അവർ കൺസെന്റ്. നാം ദൈവസ്ഥനിൽ സമ്മതിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. ദൈവം സ്വതന്ത്ര ചിത്തനായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് അവനെ കൊള്ളാവുന്നവനാക്കി നിർത്തേണ്ടതിന് അവനിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ സമ്മതം ദൈവത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് അതാ സമ്മതം പറയുന്നത് നമ്മുടെ സമർപ്പിതമായ ഇച്ഛയാണ്. നമ്മുടെ ഇച്ഛാശക്തിയെ ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അറിയാവും, നമുക്ക് വാസ്തവത്തില് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. വി ട്രൈ ടു ഗെറ്റ് ത്രൂ ട്രയൽസ് വിതൗട്ട് സറണ്ടർ വിൽ. അതായത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരു പരാജയം എന്ന് പറയുന്നത് ദൈവത്തിന് സമർപ്പിച്ചേൽപ്പിക്കാതെ നമ്മുടെ ഇച്ഛാശക്തിയെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ പരിശോധനയെ കൂടി കടന്നു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അത് വളരെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. യോനയുടെ ജീവിതം തന്നെ നോക്കി, യോനയുടെ ജീവിതത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അത് അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. യോനയോട് ദൈവം പറഞ്ഞു, നീ നിനവിലേക്ക് പോകാൻ. അവൻ തർസീസിലേക്കാണ് പോയത്. അപ്പോൾ അവിടുന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായില്ല. ദൈവത്തെ അനുസരണത്തെ അവൻ നിഷേധിച്ചു. ദൈവം അവനെ എന്ത് ചെയ്തു? ബാലശിക്ഷയിൽ കൂടി കടത്തിവിട്ടു. അപ്പോൾ ദൈവം വാസ്തവത്തില് അവനെ ബാലശിക്ഷയിൽ കടത്തിവിട്ടിട്ട്
അവന് ഒരു മത്സ്യം വിഴുങ്ങി പിന്നെ അതിനെ കരയിൽ ഛർദ്ദിച്ച് ദൈവം അവനെ ആ ശിക്ഷണത്തിലൂടെ തന്റെ താല്പര്യം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു പുരുഷനാക്കി അവനെ രൂപാന്തരപ്പെടുത്തുകയാണ്. വാസ്തവത്തില് ആ അനുഭവവും അവന് അനുഭവത്തിന്റെ പാഠശാലയിൽ ദൈവം ആഗ്രഹിച്ച ആ സമർപ്പണത്തിലേക്ക് അവനെ കൊണ്ടുവന്നായി നമ്മൾ കാണുന്നില്ല. പുസ്തകത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവൻ പട്ടണത്തിന്റെ വെളിയിൽ കുത്തിയിരിക്കുകയാണ്. അവിടെ കുത്തിയിരുന്നിട്ട് നമ്മൾ വായിക്കുന്നു, അവന് വളരെ അസഹിഷ്ണുത ഉള്ള ഒരു പ്രവാചകനായി അവനെ കാണുന്നു. അവന് സൂര്യനെ കുറ്റപ്പെടുത്തുന്നു, അതായത് വെയിലിനെ കുറ്റപ്പെടുത്തുന്നു, അതുപോലെ കാറ്റിനെ കുറ്റപ്പെടുത്തുന്നു. അവന്റെ ഈ തലയ്ക്ക് തണലായി കിളുത്തു വന്ന ആവണക്ക് ഉണങ്ങിപ്പോയതിൽ പുഴു തിന്നല് അവനെ പരിഭ്രമചിത്തനാകുന്നു. അത് തിന്ന് നശിപ്പിച്ച പുഴുവിനെ കുറ്റപ്പെടുത്തുന്നു, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. ന്യായവിധി ആ ജനത്തിന്മേൽ വരണം എന്ന് തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിന്റെ വൈവിധ്യങ്ങളായ പരിശോധനകളും പ്രയാസങ്ങൾ കൂടിയാണ് ദൈവം നമ്മെ ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി രൂപാന്തരപ്പെടുന്നത്. 131 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിൽ ഞാൻ നിന്റെ മടിയിൽ മുല കുടിക്കുന്ന ഒരു ശിശുവിനെ പോലെ ആകുന്നു എന്ന് ദാവീദ് പറയുന്നുണ്ട്. ഒരു ശൈശവദശയിലാകുന്ന കുഞ്ഞിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആത്മീയമായ പക്വതയിലേക്ക് ഉയർച്ചയിലേക്ക് വരുന്നില്ല. യാക്കോബ് 1:9 മുതൽ 11 വാക്യങ്ങൾ വാസ്തവത്തില് ഈ പറയപ്പെട്ട സത്യത്തെ നമ്മെ ഓർപ്പിക്കുകയാണ്. 2 അടിസ്ഥാന പ്രമാണങ്ങൾ യാക്കോബ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? 2 വ്യത്യസ്ത സ്വഭാവത്തിൽപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളുണ്ട്. അവരാരൊക്കെയാണ്? 1 ദരിദ്രർ, 2 ധനവാന്മാര്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ അവർ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണം എങ്ങനെയാണ്, അവർക്ക് കർത്താവിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കുമോ, ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുമോ, ഇത്യാദി കാര്യങ്ങളാണ് അവിടെ യാക്കോബ് വിവരിക്കുന്നത്. വീഡിയോ നീണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനിവിടെ നിർത്തട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പരിശോധനയിൽ കൂടി പ്രയാസങ്ങളിൽ കൂടി ദൈവം നമ്മെ വിജയത്തിലേക്ക് വരുത്തുന്നതിന് അത്യന്താപേക്ഷിതമായ 4 ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. 1 നമ്മുടെ ജീവിതത്തെ എണ്ണുക, 2 നമുക്ക് ഗ്രഹിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കുക, 3 ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമ്മുടെ ഇച്ഛാശക്തിയെ സമർപ്പിക്കുക, 4 ഹൃദയത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുക. 3ാമതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നമുക്ക് വാസ്തവത്തിൽ നമ്മോട് തന്നെ ചോദിക്കാം, നമ്മുടെ സ്വഭാവത്തെ ദൈവത്തിന് ഇഷ്ടമുള്ള നിലയിൽ, അതായത് ദൈവം ആഗ്രഹിക്കുന്ന ആ അനുഭവത്തിൽ അത് പടുത്തുയർത്തേണ്ടതിന്, നമ്മെ സ്വഭാവ സമ്പന്നരാക്കി തീർക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നമ്മുടെ ഇച്ഛയെ അല്ലെങ്കിൽ ഇഷ്ടത്തെ സമർപ്പിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ലായെങ്കിൽ എന്ത് ചെയ്യണം? ആ റോമാലേഖനം 12 ആദ്യത്തെ 3 വാക്യങ്ങൾ പൗലോസ് നൽകുന്ന ആഹ്വാനം ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രസാദകരമായ യാഗമായി, ജീവനുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി നമ്മുടെ സ്വഭാവത്തെ ദൈവം ക്രിസ്തു സ്വഭാവത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി ക്രിസ്തു എന്ന തലയോളം നാം മച്ചുവേടായി നിർത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പദ്ധതി. ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.